സന്തോഷമാർഗത്തിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് വരുവാനായിട്ട് നമുക്ക് ദൈവം നമുക്കൊരു അവസരം തന്നല്ലോ. അത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഈ മറ്റുള്ളവർ സഹായിക്കുക എന്നുള്ളത് വളരെ ശ്രേഷ്ഠമേറിയൊരു കാര്യമാണ് അല്ലേ. ഒരാൾക്കൊരു സഹായം ചെയ്യാൻ കഴിഞ്ഞാൽ നമുക്കൊരു സന്തോഷമാണ്, ആ സഹായം കൈപ്പറ്റുന്ന ആൾക്കും ഒരു സന്തോഷമാണ്. ഒരു ഭാഗ്യമുള്ളൊരു കാര്യമാണ്. നമുക്കറിയാം, നമ്മൾ സമൂഹ ജീവിയാണ്. നമ്മൾ സമൂഹ ജീവിക്കുമ്പോൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹായ സഹകരണങ്ങൾ ആവശ്യമാണ്. എപ്പോഴാണ് ഒരാൾക്ക് മറ്റൊരാളുടെ സഹായം ആവശ്യമായി വരിക എന്ന് പറയാൻ കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കും ആ ഒരു സഹായ മനസ്ഥിതി ഉണ്ടാകുന്നത് നല്ല കാര്യമാണ്. നമുക്കറിയാം, നമ്മുടെയൊക്കെ ഈ തെരുവിൽ റോഡിലൊക്കെ അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ ആ അപകടത്തിൽ പെട്ട് കിടക്കുന്ന ആളെ ഒന്ന് ആശുപത്രിയിൽ എത്തിക്കാൻ നമ്മൾ ഉത്സാഹിക്കുന്നതിനേക്കാൾ കൂടുതലാക്കി നമ്മൾ അയാളിൽ നിന്ന് സെൽഫി എടുക്കാനായിട്ട് ചിന്തിക്കുന്നു അല്ലേ. നമുക്ക് അവരെ ഒന്ന് ആശുപത്രിയിൽ എത്തിക്കാനുള്ളൊരു ഉത്സാഹം നമുക്കുണ്ട്, നല്ല കാര്യമാണ്. അപ്പോൾ ചിലരെ സംബന്ധിച്ചിടത്തോളം സഹായം അഭ്യർത്ഥിച്ചു വന്നവരെ സഹായിക്കുന്നവരുണ്ട്, മറ്റു ചിലരുണ്ട് സഹായിക്കാതെ പോകുന്നവരുണ്ട്, വേറെ ചിലരുണ്ട് സഹായിക്കാൻ താല്പര്യമുണ്ട്, പക്ഷെ അവർക്കത് അതിനുള്ള യാതൊരു മാർഗവും ഇല്ലാതെ അങ്ങനെ ഭാരപ്പെടുന്നവരുണ്ട്. ചിലർ ഈ സഹായത്തിൻ്റെ പേരിൽ നമ്മൾ ചീറ്റ് ചെയ്യുന്നവരുണ്ട്. സഹായം ചോദിച്ചു വന്നിട്ട് ആവശ്യത അഭിനയിച്ച് അല്ലെങ്കിൽ ആവശ്യതയുടെ കാര്യങ്ങൾ പറഞ്ഞ് നമ്മളൊന്ന് ചീറ്റ് ചെയ്യുന്നവരുണ്ട്. അതുകൊണ്ട് പലപ്പോഴും പലർക്കും സഹായിക്കാൻ മടിയുണ്ട്. ഇത് പറഞ്ഞത് വാസ്തവമാണോ അല്ലെന്ന് അറിയില്ല. അപ്പോൾ നമ്മളോട് ഒരാളൊരു സഹായം ചോദിച്ചു വന്നാൽ നമ്മൾ അതിൻ്റെ യഥാർത്ഥ വശങ്ങളെയൊക്കെ അന്വേഷിച്ചറിഞ്ഞ് ചെയ്യുന്നതാണ് ഇന്നത്തെ കാലത്ത് നല്ലത്. കാരണം അങ്ങനെയുള്ള പല തട്ടിപ്പുകളും നടക്കുന്നുണ്ട്. എന്നാൽ ഓർക്കേണ്ട ഒരു കാര്യം, നമുക്കൊരാളെ സഹായിപ്പാനുള്ള കഴിവുണ്ട്, അയാൾ ആ സഹായത്തിന് അർഹനാണെന്ന് മനസ്സിലായാൽ നമ്മളാൽ കഴിയുന്ന സഹായം ചെയ്യണമെന്നുള്ളതാണ്. അയാൾ സഹായത്തിന് അർഹനാണ്, നമുക്ക് സഹായിക്കാനുള്ള ത്രാണിയുണ്ട്, എന്നിട്ടും അത് ചെയ്യുന്നില്ലെങ്കിൽ അത് നമ്മൾ വലിയ തെറ്റാ ചെയ്തെന്നുള്ള കാര്യം മറന്നു പോകരുത്. അതുകൊണ്ട് ഒരു തീരുമാനമെടുക്കാം. നമുക്ക് കഴിയുന്ന സഹായങ്ങൾ മറ്റുള്ളവർ ചെയ്യുവാനായിട്ട് നമ്മെ സമർപ്പിച്ച് മുന്നോട്ട് പോകാൻ ഇത് നമ്മെ സഹായിക്കട്ടെ. ഇനിയുള്ള നാളുകളിലൊക്കെ കഴിയുന്നത്ര മറ്റുള്ളവർ സഹായിച്ചും അവരെ പ്രോത്സാഹിപ്പിച്ച് മുന്നോട്ട് പോയി നമുക്കും അതിൽ സമാധാനം സന്തോഷം സഹായിക്കട്ടെ. താങ്ക് യു. മേ ഗോഡ് ബ്ലസ് യു.